വചനം 143. വകദാലിക അപ്രകാരം, ജഅൽനാക്കും നിങ്ങളെ നാം ആക്കി, ഉമ്മത്തൻ ഒരു സമുദായം, വസതൻ മധ്യമ നിലയിലുള്ള ഉത്തമ, ലിതകൂനു നിങ്ങളായിരിക്കുവാൻ വേണ്ടി, ശുഹദാ സാക്ഷികൾ, അലന്നാസി മനുഷ്യരുടെ മേൽ, വയകൂന റസൂലു റസൂൽ ആയിരിക്കുവാനും, അലൈക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ, ഷഹീദൻ സാക്ഷി, വമാ ജഅൽന നാം ആക്കിയിട്ടില്ല, ഏർപ്പെടുത്തിയിട്ടില്ല, അൽ ഖിബ്ലതല്ലതി യാതൊരു കിബിലയെ, കുൻത നീ ആയിരുന്നു, അലൈഹ അതിൽ, ഇല്ലാ ലിനഅലമ നാം അറിയുവാനല്ലാതെ, നമുക്ക് അറിയുവാനല്ലാതെ, മയ്യത്തബിഉ ആർ പിൻപറ്റുമെന്ന്, പിൻപറ്റുന്നതാരെന്ന്, അർ റസൂല റസൂലിനെ, മിമ്മയ്യൻഖലിബു മറിഞ്ഞു പോകുന്നവരിൽ നിന്ന്, തിരിഞ്ഞു മടങ്ങിപ്പോകുന്നവരിൽ നിന്ന്, അല അഖിബൈഹി തൻ്റെ കുതിക്കാലുകളിൽ, മടമ്പ് കാലുകളിൽ, വ ഇൻ കാനത് അത് ആയിരിക്കുന്നു, ലകബീറതൻ ഒരു വലിയ കാര്യം തന്നെ, ഇല്ല ഒഴികെ, അലല്ലദീന യാതൊരുവരുടെ മേൽ, ഹദല്ലാഹു അല്ലാഹു നേർമാർഗത്തിലാക്കി, വമാ കാനല്ലാഹു അല്ലാഹു തയ്യാർ ഇല്ല, അല്ലാഹു ഉദ്ദേശിക്കുന്നവൻ അല്ല, ലിയുളീഅ വിഫലമാക്കുന്നതിന്, ഈമാനക്കും നിങ്ങളുടെ വിശ്വാസത്തെ, ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു, ബിന്നാസി മനുഷ്യരോട്, ലറഊഫുൻ ദയയുള്ളവൻ തന്നെ, റഹീമുൻ കാരുണ്യമുള്ളവനും. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم. അപ്രകാരം നാം നിങ്ങളെ ഒരു മധ്യമ അഥവാ ഉത്തമ സമുദായമാക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ മനുഷ്യരുടെ മേൽ സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കുവാനും, നിങ്ങളുടെ മേൽ റസൂൽ സാക്ഷ്യം വഹിക്കുന്നവനായിരിക്കുവാനും വേണ്ടിയത്രേ അത്. നീ ഇതേവരെ യാതൊരു ഖിബിലയിൽ നിലകൊള്ളുന്നവൻ ആയിരുന്നുവോ, അതിനെ നാം ഏർപ്പെടുത്തിയിട്ടില്ല, വന്നപാടെ മടമ്പുകളിൽ തിരിഞ്ഞു മടങ്ങിപ്പോകുന്നവരിൽ നിന്ന് റസൂലിനെ പിൻപറ്റുന്നവരെ നമുക്ക് വേർതിരിച്ചറിയുവാൻ വേണ്ടിയല്ലാതെ. അല്ലാഹു നേർമാർഗത്തിലാക്കിയവർക്കൊഴികെ അത് ഒരു വലിയ കാര്യം തന്നെയാകുന്നു. നിങ്ങളുടെ സത്യവിശ്വാസം പാഴാക്കിക്കളയുവാൻ അല്ലാഹുവിന് ഉദ്ദേശമില്ല. നിശ്ചയമായും അല്ലാഹു മനുഷ്യരോട് ദയാലുവും കരുണാനിധിയും തന്നെ. വചനം 143 വിശദീകരണം. ഈ വചനത്തിൽ പല വിഷയങ്ങളും അടങ്ങിയിരിക്കുന്നു. അവ ഇങ്ങനെ വിവരിക്കാം. 1. ഖിബിലയുടെ കാര്യത്തിൽ നിങ്ങളെ അല്ലാഹു നേർമാർഗത്തിലാക്കിയിട്ടുള്ളതുപോലെ നിങ്ങളെ അവൻ ഒരു ഉത്തമ സമുദായമാക്കുകയും ചെയ്തിരിക്കുന്നു. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ എന്ന് അല്ലാഹു സത്യവിശ്വാസികളെ അറിയിക്കുന്നു. വസത്ത് എന്ന വാക്കിന് മധ്യമം, മധ്യത്തിലുള്ളത് എന്നിങ്ങനെയാണ് വാക്കർത്ഥം.
ഉത്തമമായത്, ശ്രേഷ്ഠമായത്, മിതമായത് എന്നിങ്ങനെയുള്ള ഉദ്ദേശങ്ങളിൽ അത് ഉപയോഗിക്കപ്പെടുന്നു. സയ്യിദ് കുത്തുബ് ചൂണ്ടിക്കാണിച്ചതുപോലെ ആ വാക്കിന് ഏത് അർത്ഥം കൽപ്പിച്ചാലും ശരി, മുസ്ലിം സമുദായം ആ വിശേഷണത്തിന് അർഹർ തന്നെ. വിശ്വാസാചാരങ്ങളിലും വികാരാദികളിലുമെല്ലാം തന്നെ അവർ മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ച് മധ്യനിലയിലുള്ളവരും ശ്രേഷ്ഠന്മാരും മിതത്വമുള്ളവരുമാകുന്നു. ഇബ്നു ജരീർ റഹിമഹുല്ല അഭിപ്രായപ്പെട്ടതുപോലെ ക്രിസ്ത്യാനികളുടെ മാതിരി മതത്തിൽ വെച്ചുകെട്ടി അതിരുകവിഞ്ഞവരോ യഹൂദികളുടെ മാതിരി മതത്തെ വെട്ടിച്ചുരുക്കിയവരോ അല്ല മുസ്ലിം സമുദായം. മുസ്ലിം സമുദായം കൊണ്ട് ഇവിടെ വിവക്ഷ നാമമാത്രമായ മുസ്ലിങ്ങളല്ലെന്നും അള്ളാഹുവും റസൂലും കാണിച്ചു തന്ന യഥാർത്ഥ ഇസ്ലാമിനെ അംഗീകരിച്ച മുസ്ലിങ്ങളാണെന്നും പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. 2. ഈ സമുദായത്തെ മധ്യമ സമുദായം അഥവാ ഉത്തമ സമുദായം ആക്കിയതിൻ്റെ പരിണിതഫലം അള്ളാഹു വിവരിച്ചത് നിങ്ങൾ മനുഷ്യരുടെ മേൽ സാക്ഷ്യം വഹിക്കുന്നവരും റസൂൽ നിങ്ങളുടെ മേൽ സാക്ഷ്യം വഹിക്കുന്ന ആളും ആയിത്തീരുവാൻ വേണ്ടി ലിതകൂനു ഷുഹദാ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദ എന്നാണ്. ഈ സാക്ഷ്യം കൊണ്ടുള്ള വിവക്ഷയെപ്പറ്റി ഒന്നിലധികം പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു കാണാം. ഇഹത്തിൽ വെച്ചുള്ള സാക്ഷ്യമാണെന്നും പരലോകത്ത് വെച്ചുള്ള സാക്ഷ്യമാണെന്നും ഇഹത്തിലും പരത്തിലും വെച്ചുള്ള സാക്ഷ്യമാണെന്നും അഭിപ്രായങ്ങളുണ്ട്. അവയുടെ ചുരുക്കം ഇങ്ങനെ സംഗ്രഹിക്കാം. 1. വിശ്വാസാചാരങ്ങളിലും കർമ്മപരമായ നടപടികളിലുമെല്ലാം മറ്റുള്ളവർക്ക് മാതൃകയും നേതൃത്വവും നൽകിക്കൊണ്ട് നിങ്ങൾ മനുഷ്യ സമുദായങ്ങൾക്ക് സാക്ഷികളായിരിക്കണം. നിങ്ങളുടെ ജീവിതവും നടപടിക്രമങ്ങളും എപ്രകാരമായിരിക്കണമെന്നുള്ളതിന് നിങ്ങൾക്ക് മാതൃകയും നേതൃത്വവും നൽകിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്കും സാക്ഷിയായിരിക്കും. 2. മറ്റുള്ളവർ സന്മാർഗത്തിലാണോ ദുർമാർഗത്തിലാണോ എന്നുള്ളതിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടതുണ്ട്. അഥവാ നിങ്ങളുടെ സാൻമാർഗിക ജീവിതത്തെ മാനദണ്ഡമാക്കിക്കൊണ്ടാണ് മറ്റുള്ളവരുടെ നന്മയും തിന്മയും അളക്കപ്പെടുക. നിങ്ങളുടെ നന്മയും തിന്മയുമാകട്ടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചും പഠിപ്പിച്ചും തന്നതിൻ്റെ അടിസ്ഥാനത്തിലും അളക്കപ്പെടും. 3. ദൃഷ്ടാന്തങ്ങളും വേദഗ്രന്ഥങ്ങളും മുഖേനയും പ്രവാചകന്മാർ മുഖേനയും നിങ്ങൾക്ക് വേണ്ടത്ര തെളിവുകൾ ലഭിച്ചിട്ടുള്ളതുകൊണ്ട് മുൻകഴിഞ്ഞ പ്രവാചകന്മാർ അവരുടെ സമുദായങ്ങൾക്ക് സത്യമാർഗം ഇന്നതാണെന്ന് ശരിക്കും വിവരിച്ചു കൊടുത്തിരിക്കുന്നുവെന്നും സത്യമാർഗം വിവരിച്ചു കൊടുക്കുന്നതിൽ ഒരു സമുദായത്തോടും അള്ളാഹു പിശുക്ക് കാണിച്ചിട്ടില്ലെന്നും നിങ്ങൾ പരലോകത്ത് വെച്ച് അവർക്കെതിരെ സാക്ഷികളായിരിക്കുന്നതാണ്, അഥവാ സാക്ഷ്യം വഹിക്കേണ്ടവരാണ്. പ്രവാചകന്റെയും വേദഗ്രന്ഥത്തിൻ്റെയും അധ്യാപനങ്ങൾ നിങ്ങൾ ശരിക്ക് പാലിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നതിന് നിങ്ങളെ സംബന്ധിച്ച് റസൂലും സാക്ഷ്യം വഹിക്കുന്നതാണ്. പ്രത്യക്ഷത്തിൽ പരസ്പരം വ്യത്യസ്തങ്ങളായി തോന്നുന്ന ഈ വ്യാഖ്യാനങ്ങളിലെല്ലാം അടങ്ങിയിരിക്കുന്ന അടിസ്ഥാന തത്വം എല്ലാറ്റിലും ഒന്നു തന്നെയാണെന്ന് അല്പം ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതാകുന്നു. അതോടുകൂടി മറ്റൊരു വസ്തുത കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഈ സമുദായം മറ്റുള്ളവർക്ക് സാക്ഷിയായി തീരുന്നത് ഈ സമുദായത്തിൻ്റെ ശ്രേഷ്ഠതയായതോടൊപ്പം തന്നെ മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ച് ഈ സമുദായത്തിൻ്റെ മേലുള്ള ഒരു വമ്പിച്ച ബാധ്യത കൂടിയാണ് അത് കുറിക്കുന്നത്. കാരണം ആ സാക്ഷ്യത്തിനുള്ള അർഹതയ്ക്ക് കളങ്കം വരുത്താതെ സൂക്ഷിക്കേണ്ടത് മുസ്ലിം സമുദായത്തിൻ്റെ കടമയാകുന്നു. ഈ വാക്യത്തിൻ്റെ അർത്ഥവിശാലതയിലേക്ക് വെളിച്ചം നൽകുന്നതും സാക്ഷ്യത്തിൻ്റെ ചില ഉദാഹരണങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ പല ഹദീസുകളും റിവായത്തുകളും ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണാവുന്നതാണ്. ഉദാഹരണാർത്ഥം ചിലത് ഇവിടെ ഉദ്ധരിക്കാം. 1. ബുഖാരി, മുസ്ലിം റഹിമഹുമുള്ള മുതലായവർ അനസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഉദ്ധരിച്ച ഒരു ഹദീസിന്റെ സാരം ഇപ്രകാരമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഒരു ജനാസയൊന്നിച്ച് അഥവാ മൃതദേഹം കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ പോകുമ്പോൾ ആ ആളെപ്പറ്റി ആരോ പുകഴ്ത്തി പറയുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സ്ഥിരപ്പെട്ടു എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. മറ്റൊരു ജനാസയൊന്നിച്ച് പോകുമ്പോൾ ആ ആളെപ്പറ്റി മോശമായ നിലയിൽ പറയപ്പെട്ടു. അപ്പോഴും തിരുമേനി അതേമാതിരി തന്നെ പറഞ്ഞു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു, നിങ്ങൾ ആരെപ്പറ്റി നല്ല നിലയിൽ പുകഴ്ത്തി പറയുന്നുവോ അവന് സ്വർഗം സ്ഥിരപ്പെട്ടു. നിങ്ങൾ ആരെപ്പറ്റി മോശമായ നിലയിൽ പ്രസ്താവിക്കുന്നുവോ അവന് നരകവും സ്ഥിരപ്പെട്ടു. നിങ്ങൾ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ സാക്ഷികളാകുന്നു. ഈ വാക്യം തിരുമേനി 3 പ്രാവശ്യം പറയുകയുണ്ടായി. തിർമിദി റഹിമഹുല്ല ഉദ്ധരിച്ച റിവായത്തിൽ
തിരുമേനി അപ്പോൾ വകദാലിക ജഅൽനാകും ഉമ്മത്തം വസത എന്നുള്ള ഈ വചനം അവസാനം വരെ ഓതി എന്നുകൂടിയുണ്ട്. സത്യവിശ്വാസികൾ ഒരാളെക്കുറിച്ച് സ്തുതിച്ചു പറയുമ്പോൾ അയാൾ ഒരു നല്ല മനുഷ്യനാണെന്നുള്ളതിൻ്റെയും ഒരാളെപ്പറ്റി അവർ ദുഷിച്ചു പറയുമ്പോൾ അയാൾ ഒരു ചീത്ത മനുഷ്യനാണെന്നുള്ളതിൻ്റെയും അടയാളമായിരിക്കും അത് എന്നത്രേ ഈ ഹദീസിലടങ്ങിയ തത്വം. ഈ വിഷയത്തിൽ ഇതുപോലെ വേറെയും ചില ഹദീസുകളും റിവായത്തുകളും കാണാവുന്നതാണ്. 2. ഇമാം അഹ്മദ് റഹിമഹുമുല്ലയും മറ്റു ചിലരും അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഉദ്ധരിച്ച ഒരു ഹദീസിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്: ഖിയാമത്ത് നാളിൽ നബിമാരും അവരുടെ സമുദായങ്ങളും കൊണ്ടുവരപ്പെടും. ചിലരൊന്നിച്ച് ഒരാളോ രണ്ടാളോ അതിലധികമോ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ ഒരു നബിയുടെ ജനതയെ വിളിച്ച് നിങ്ങൾക്ക് ഇദ്ദേഹം പ്രബോധനം ചെയ്തിരുന്നുവോ എന്ന് ചോദിക്കപ്പെടും. ഇല്ല എന്ന് അവർ ഉത്തരം പറയും. ആ നബിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അതെ എന്നും പറയും. അപ്പോൾ അദ്ദേഹത്തോട് തനിക്ക് സാക്ഷിയായി ആരുണ്ട് എന്ന് ചോദിക്കപ്പെടും. അദ്ദേഹം മുഹമ്മദും അദ്ദേഹത്തിൻ്റെ സമുദായവും ഉണ്ടെന്ന് ഉത്തരം പറയും. ഇദ്ദേഹം ആ ജനതയ്ക്ക് പ്രബോധനം നൽകിയിട്ടുണ്ടോ എന്ന് അവരോട് ചോദിക്കപ്പെടും. അവർ ഉണ്ട് എന്ന് മറുപടി പറയും. നിങ്ങൾക്ക് അതിനെപ്പറ്റി വിവരം ലഭിച്ചത് എങ്ങനെ എന്ന് ചോദിക്കപ്പെടും. അവർ പറയും, ഞങ്ങൾക്ക് ഞങ്ങളുടെ നബി വന്ന് വിവരിച്ചു തന്നിട്ടുണ്ട്. റസൂലുകൾ അവരവരുടെ ജനങ്ങൾക്ക് പ്രബോധനം നൽകിയിട്ടുണ്ടെന്ന്. അതാണ് അള്ളാഹു പറഞ്ഞത് വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത, അഥവാ അതുപോലെ നിങ്ങളെ നാം ഒരു ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു. ഒരു റിവായത്തിൽ ഇങ്ങനെയും കൂടിയുണ്ട്: അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരുത്തും. എന്നിട്ട് അദ്ദേഹത്തോട് തൻ്റെ സമുദായത്തെപ്പറ്റി ചോദിക്കും. അപ്പോൾ അദ്ദേഹം അവരെപ്പറ്റി വളർത്തി പറയും. അവരെപ്പറ്റി അവർ മര്യാദക്കാരാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും. ഈ ഹദീസിലെ വിഷയം ഉൾക്കൊള്ളുന്ന വേറെയും ചില ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും മറ്റും കാണാവുന്നതാണ്. എല്ലാ നബിമാരിലും വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കൽ മുസ്ലിങ്ങൾക്ക് കടമയാണല്ലോ. ഇതിൽ നിന്നാണ് മറ്റുള്ള നബിമാരെയും സമുദായങ്ങളെയും സംബന്ധിച്ച് സാക്ഷ്യം വഹിക്കുവാൻ മുസ്ലിം സമുദായത്തിന് സാധ്യമാകുന്നത്. ചില നബിമാരൊന്നിച്ച് ഒന്നോ രണ്ടോ അതിലധികമോ ആളുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂവെന്ന് പറഞ്ഞതിൻ്റെ സാരം ആ നബിമാരിൽ വിശ്വസിച്ചവർ അത്രമാത്രമായിരിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ ജനതയിൽ ബാക്കിയുള്ളവരെല്ലാം അവിശ്വാസികളായിരിക്കുമെന്നുമാകുന്നു. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനായിൽ വന്നതു മുതൽ ഇതുവരെ സ്വീകരിച്ചു വന്ന ഖിബലയെ അഥവാ ബൈത്തുൽ മുഖദ്ദിസിനെ താൽക്കാലിക ഖിബലയാക്കി വെക്കുവാനുള്ള കാരണം അതിൽ ആരൊക്കെയാണ് റസൂലിനെ പിൻപറ്റുകയെന്നും ആരൊക്കെയാണ് അതിൻ്റെ പേരിൽ അവിശ്വാസത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകുകയെന്നും പ്രത്യക്ഷത്തിൽ വേർതിരിഞ്ഞ് കണ്ടറിയുവാൻ വേണ്ടി മാത്രമാണ്. വമാ ജഅൽനൽ ഖിബലത്തല്ലത്തി കുന്തു അലൈഹ എന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതെന്തും ചോദ്യം ചെയ്യുകയോ വിമർശിക്കുകയോ ചെയ്യാതെ സ്വീകരിക്കുകയാണ് അവരുടെ കടമ. അതിന് തയ്യാറില്ലാത്തവരുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമായിരിക്കുകയില്ല. അതുകൊണ്ടാണ് ഖിബല മാറ്റം പോലെയുള്ള വല്ല പുതിയ വിധികളും നിയമങ്ങളും വരുമ്പോൾ അവർക്ക് സംശയവും ആശയക്കുഴപ്പവും നേരിടുന്നത്. വല്ല സൂറത്തും അവതരിക്കപ്പെടുമ്പോൾ സത്യവിശ്വാസികൾക്ക് അത് വിശ്വാസം വർദ്ധിപ്പിക്കുകയും അവർ സന്തോഷിക്കുകയും ചെയ്യുമെന്നും ഹൃദയത്തിൽ രോഗമുള്ളവർക്ക് അത് മ്ലേച്ഛതയിൽ കൂടി മ്ലേച്ഛത വർദ്ധിപ്പിക്കുകയായിരിക്കും ചെയ്യുക എന്നും സൂറത്ത് തൗബ 124, 125 വചനങ്ങളിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത് സ്മരണീയമാകുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ബുഖാരി റഹിമഹുല്ല ഉദ്ധരിക്കുന്നു: ഖുബായിലെ പള്ളിയിൽ വെച്ച് ജനങ്ങൾ സുബ്ഹ് നമസ്കരിക്കുമ്പോൾ ഒരാൾ വന്ന് ഇങ്ങനെ പറഞ്ഞു: ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില ഖുർആൻ വാക്യങ്ങൾ അവതരിച്ചിട്ടുണ്ട്. തിരുമേനയോട് കഅബയുടെ നേരെ മുന്നിട്ട് നമസ്കരിക്കുവാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. ഉടനെ അവർ അതേ നമസ്കാരത്തിൽ വെച്ച് തന്നെ അങ്ങോട്ട് തിരിഞ്ഞു. ഈ സംഭവം മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹി വേറെ മാർഗത്തിലൂടെ ഉദ്ധരിച്ചിരിക്കുന്നു. തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിവായത്തിൽ അവർ റുക്കൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് ഉണ്ടായതെന്നും റുക്കൂ ചെയ്തുകൊണ്ട് അപ്പാടെ തന്നെ അവർ വട്ടത്തിൽ തിരിഞ്ഞ് ഖിബലക്ക് നേരെ തിരിഞ്ഞു എന്നും കൂടി വന്നിരിക്കുന്നു. അതായത് മുമ്പിലുള്ളവരും ഇമാമും പിമ്പിലും പിന്നിലുള്ളവർ മുമ്പിലും വരത്തക്കവണ്ണം അർദ്ധവൃത്താകൃതിയിൽ അവർ നടന്നു തിരിഞ്ഞുവെന്നർത്ഥം. കാബ അവിടെ നിന്ന് തെക്കുഭാഗത്തും ബൈത്തുൽ മുഖദ്ദസ് വടക്കുഭാഗത്തുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. സത്യവിശ്വാസികൾ റസൂലിനെ പിൻപറ്റുന്നവരായിരിക്കുമെന്നതിൻ്റെ ഒരു ഉത്തമ മാതൃകയാണ് ഖുബായിലെ ഈ സംഭവം. നേരെ മറിച്ച് ചില ആളുകൾ ഈ ഖിബല മാറ്റത്തെ തുടർന്ന് ഇസ്ലാമിനെ തന്നെ ബഹിഷ്കരിച്ചു പോകുകയും ഉണ്ടായി.
അപ്പോൾ രണ്ടു കൂട്ടരെയും വേർതിരിച്ചറിയുവാനാണ് അങ്ങനെ ചെയ്തതെന്ന് അള്ളാഹു പറഞ്ഞത് പ്രത്യക്ഷത്തിൽ പുലരുകയും ചെയ്തുവല്ലോ. 4. അള്ളാഹു നേർമാർഗത്തിലാക്കിയ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഖിബിലമാറ്റവും മറ്റും അത്ര വമ്പിച്ച കാര്യമൊന്നുമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നടപ്പാക്കപ്പെടുന്ന ഏതൊരു കാര്യത്തിലും അവർക്ക് ആശയക്കുഴപ്പമോ മനപ്രയാസമോ തോന്നുകയില്ല. ചോദ്യം ചെയ്യാതെ അത് അപ്പടി സ്വീകരിക്കുവാൻ അവർ ഒരുക്കമായിരിക്കും. എന്നാൽ നേർമാർഗം ലഭിച്ചിട്ടില്ലാത്തവർക്കാകട്ടെ വലിയൊരു വിഷമമായിട്ടേ അതിനെ ഗണിക്കുവാൻ കഴിയുകയുള്ളൂ. വ ഇൻ കാനത്ത് ലകബീറത്തൻ ഇല്ല അലല്ലദീന ഹദല്ലാ. അതെ, നാമമാത്ര വിശ്വാസികളും കപടവിശ്വാസികളുമായുള്ളവർക്കും അവിശ്വാസികൾക്കും ഇത്തരം കാര്യങ്ങൾ അനുകൂലിക്കുവാനും ന്യായീകരിക്കുവാനും കഴിയാതിരിക്കുക സ്വാഭാവികമാണ്. അതിൽ അത്ഭുതപ്പെടുവാനൊന്നുമില്ല. ഇവിടെ ഒരു സംഗതി ചൂണ്ടിക്കാട്ടുന്നത് ആവശ്യമായി തോന്നുന്നു. അള്ളാഹു നേർമാർഗം നൽകിയവരല്ലാത്തവരുടെ അടുക്കൽ ഇതൊരു വലിയ കാര്യമായിരിക്കുമെന്നും ഉദയാസ്തമന സ്ഥാനങ്ങൾ അള്ളാഹുവിൻ്റേതാണെന്നും ഈ വചനത്തിലും നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിൻ്റെ മുഖമുണ്ടായിരിക്കുമെന്ന് 115-ാം വചനത്തിലും അള്ളാഹു പ്രസ്താവിച്ചതിനെപ്പറ്റി വിവരിക്കുന്ന മധ്യേ ഇപ്പോൾ ചില ആളുകൾ കുറെ അതിരുകവിഞ്ഞതായി കാണുന്നു. ഖിബിലയെ അഭിമുഖീകരിക്കുകയെന്നത് ഒരു ചടങ്ങ് മാത്രമാണ്. കൂടുതൽ പ്രാധാന്യമൊന്നും അതിനില്ലെന്നാണ് അവരുടെ വിവരണം കാണിക്കുന്നത്. തികച്ചും വാസ്തവ വിരുദ്ധവും ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ട ഒന്നിനെ നിസ്സാരമാക്കലുമാണിത്. ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി സൂറത്തുൽ ഹജ്ജ് 30, 32 എന്നീ വചനങ്ങളിൽ അള്ളാഹു പ്രസ്താവിച്ചതിൻ്റെ വെളിച്ചത്തിൽ പരിശോധിച്ചാൽ അതവർക്ക് ഗുണകരമല്ലെന്നും ഹൃദയത്തിൽ ഭയഭക്തിയുടെ കുറവാണിതിന് കാരണമെന്നും വ്യക്തമാകുന്നതാണ്. കൂടുതൽ വിവരം അവിടെ നോക്കുക. ഖിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നതിന് അള്ളാഹു കൽപ്പിക്കുന്ന പ്രാധാന്യം താഴെ 149, 150 വചനങ്ങളിൽ നിന്നും ശരിക്കും മനസ്സിലാക്കാവുന്നതാണ്. ഈ വിഷയകമായി മർഹൂം സയ്യിദ് ഖുതുബ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ വെച്ച് ചെയ്തിട്ടുള്ള ഒരു ദീർഘമായ പ്രസ്താവനയുടെ സാരം ഇവിടെ ഉദ്ധരിക്കുന്നത് സന്ദർഭോചിതമായി തോന്നുന്നു. അതിങ്ങനെ വായിക്കാം. വിശ്വാസത്തിലും ഭാവനയിലും ആരാധനയിലും ഖിബിലയിലുമെല്ലാം തന്നെ മുസ്ലിം സമുദായത്തിനും അതിൻ്റേതായ വിശേഷതകൾ അനിവാര്യമാണ്. എന്നാൽ ആരാധനാപരമായ ചിഹ്നങ്ങളിലും ഖിബിലയിലുമുള്ളതുപോലെ മറ്റൊന്നിലും ഈ പ്രത്യേകത അത്ര വ്യക്തമായി വെളിപ്പെട്ടു കാണുകയില്ല. ഇതിൽ നിന്നാണ് ആരാധനാകർമ്മങ്ങളുടെ ബാഹ്യരൂപങ്ങൾ പുലർത്തേണ്ടുന്ന ആവശ്യം നേരിടുന്നത്. അവയെപ്പറ്റിയും മാനുഷിക മനഃശാസ്ത്രത്തെപ്പറ്റിയും വേണ്ടതുപോലെ ചിന്തിക്കാത്തവർക്ക് അവ കുടുസായ ചില യാഥാസ്ഥിതികത്വങ്ങളായോ ബാഹ്യമായ ചില ചടങ്ങുകളായോ തോന്നിയേക്കും. ദൃശ്യമായ ശരീരവും അദൃശ്യമായ ആത്മാവും ചേർന്നുള്ള മനുഷ്യപ്രകൃതി തന്നെ ആവശ്യപ്പെടുന്നുണ്ട് അവൻ്റെ വിചാരവികാരങ്ങളെ ബാഹ്യത്തിൽ പ്രകടിപ്പിക്കുന്നതിനുള്ള ചില കർമ്മരൂപങ്ങൾ ഉണ്ടായിരിക്കണമെന്ന്. പ്രകൃതിയായുള്ള ഈ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം അതിൻ്റെ ആരാധനാപരമായ ചിഹ്നങ്ങളെ നിലനിർത്തിയിരിക്കുന്നത്. വെറും ഉദ്ദേശം കൊണ്ടോ ആത്മസാന്നിധ്യം കൊണ്ടോ ആ ലക്ഷ്യം നിറവേറുന്നതല്ല. അതിനാൽ ഇന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കണം, ഇന്ന പ്രകാരം കുമ്പിടണം, തലവെക്കണം, ഇന്നയിടത്തുനിന്ന് ഇഹ്റാം അഥവാ ഹജ്ജിലും ഉംറയിലുമുള്ള പ്രവേശം നടത്തണം, ഇന്ന വസ്ത്രം ധരിക്കണം, ഇന്നത് ചൊല്ലണം, കരുതണം, ഇന്നത് തിന്നരുത്, ചെയ്യരുത് എന്നിങ്ങനെ രൂപവും ഭാവവും ഓരോന്നിലും നിർണയിക്കാതെ പറ്റുകയില്ല. വിചാരവികാരങ്ങൾ ബാഹ്യമായി പ്രകടിപ്പിക്കേണ്ടുന്നതിന് അധികൃതമായ രൂപങ്ങൾ സ്വീകരിക്കപ്പെടാത്തതിൽ നിന്നാണ് കല്ല്, മരം, സൂര്യൻ, നക്ഷത്രം, പക്ഷി, മൃഗം ആദിയായവയുടെ ആരാധനകൾ രൂപം കൊണ്ടിരിക്കുന്നത്. ആകയാൽ ആരാധനാ സംബന്ധമായ ചിഹ്നങ്ങൾക്ക് ഒരു നിശ്ചിത രൂപം വേണമെന്ന മനുഷ്യപ്രകൃതിയുടെ ആവശ്യത്തെ ഇസ്ലാം സ്വാഗതം ചെയ്തു. അവൻ്റെ മനസ്സും ശരീരവും കൊണ്ട് അവൻ അള്ളാഹുവിങ്കിലേക്ക് മുന്നിടുമ്പോൾ എങ്ങോട്ടാണവൻ തിരിഞ്ഞു നിൽക്കേണ്ടതെന്ന് നിശ്ചയിച്ചു കൊടുത്തു. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. അള്ളാഹുവിൻ്റെ സത്തയെക്കുറിച്ചുള്ള യാതൊരു രൂപസങ്കല്പവും ഉണ്ടായിക്കൂടാ. അമുസ്ലിങ്ങളുടേതായ പ്രത്യേകതകളിൽ അവരോട് സാദൃശ്യം വഹിക്കുവാനും അവരെ അനുകരിക്കുവാനും പാടില്ലെന്ന് വിലക്കിയതും ഈ പശ്ചാത്തലത്തിൽ തന്നെ. ഇതൊക്കെ കേവലം ചില വർഗീയ കാര്യങ്ങളോ യാഥാസ്ഥിതികങ്ങളോ ചടങ്ങുകളോ അല്ല. ബുദ്ധി, വിചാരം, വികാരം, മനസ്സ്, സ്വഭാവം, ആഭിമുഖ്യം ആദിയായവയിലെല്ലാം ഒരു ജനതയെ ഇതര ജനതകളിൽ നിന്ന് വേർതിരിക്കുന്നതിനുള്ള നിദാനങ്ങളത്രേ അവ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ജൂതരും ക്രിസ്ത്യാനികളും നരച്ച താടി, മുടി എന്നിവയ്ക്ക് വർണ്ണം കൊടുക്കാറില്ല. നിങ്ങൾ അവരോട് എതിരായിരിക്കണം. ഇബ്നു മാജ, ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു ജനക്കൂട്ടത്തിൽ വന്നപ്പോൾ അവർ എഴുന്നേറ്റ് നിന്നു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജമികൾ അഥവാ പേർഷ്യക്കാർ തുടങ്ങിയ അനറബികൾ
തമ്മിൽ ബഹുമാനപൂർവ്വം എഴുന്നേൽക്കാറുള്ളതുപോലെ നിങ്ങൾ എഴുന്നേൽക്കരുത്. അബൂദാവൂദ്, ഇബ്നു മാജ. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ക്രിസ്ത്യാനികൾ മറിയമ്മൻ്റെ മകനെ അഥവാ ഈസാ നബി അലൈഹിസ്സലാമയെ അമിത പ്രശംസ നടത്തിയതുപോലെ എന്നെ നിങ്ങൾ അമിത പ്രശംസ നടത്തരുത്. ഞാൻ ഒരു അടിയാൻ മാത്രമാകുന്നു, അള്ളാഹുവിൻ്റെ അടിയാനും അവൻ്റെ റസൂലും എന്ന് പറഞ്ഞുകൊള്ളുക. ബുഖാരി. കാഴ്ചപ്പാട്, വസ്ത്രവേഷം, വാക്ക്, പ്രവൃത്തി പോലെയുള്ള എല്ലാറ്റിലും മുസ്ലിങ്ങൾ മറ്റുള്ളവരോട് സാദൃശ്യം വഹിക്കൽ വിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണം വികാര മാറ്റങ്ങൾക്ക് അവ പ്രചോദനമാകുമെന്നുള്ളതാകുന്നു. ഫി ളിലാലിൽ ഖുർആൻ. 5. നിങ്ങളുടെ സത്യവിശ്വാസത്തെ അള്ളാഹു പാഴാക്കിക്കളയുകയില്ല. വമാ കാന അല്ലാഹു ലിയുളിഅ ഈമാനക്കും എന്ന് അള്ളാഹു സത്യവിശ്വാസികളെ സമാധാനിപ്പിക്കുന്നു. ബൈത്തുൽ മുഖദ്ദസ് മാറ്റി കഅബയെ സ്ഥിരം ഖിബിലയാക്കി നിയമിച്ചപ്പോൾ ആ ഇടക്കാലത്തിൽ മരണമടഞ്ഞ ചില സത്യവിശ്വാസികളുടെ നമസ്കാരത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് സഹാബികളിൽ ചിലർക്ക് സംശയം തോന്നി. ഇതിനുള്ള മറുപടിയാണിതെന്ന് ഹദീസുകളിൽ വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സത്യവിശ്വാസത്തെ അള്ളാഹു പാഴാക്കുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ സാരം, സത്യവിശ്വാസത്തോടുകൂടി നിങ്ങൾ ചെയ്തിട്ടുള്ള നമസ്കാരം പോലെയുള്ള കർമ്മങ്ങളെ അള്ളാഹു വെറുതെയാക്കുകയില്ല. അത് അവൻ സ്വീകരിക്കുകയും അതിന് പ്രതിഫലം നൽകുകയും ചെയ്യും എന്നാണെന്ന് മനസ്സിലാക്കാം. ഇമാം ബുഖാരി റഹിമഹുല്ല മുതലായ ചില മഹാന്മാർ ഈമാനക്കും അഥവാ നിങ്ങളുടെ സത്യവിശ്വാസം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം നിങ്ങളുടെ നമസ്കാരം എന്നാണെന്ന് പറയുന്നതിൻ്റെ താൽപ്പര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു കൽപ്പന നിരുപാധികം അനുസരിക്കുകയും ആ അനുസരണം വിശ്വാസത്തോടുകൂടി ആയിരിക്കുകയും ചെയ്യുമ്പോൾ ആ കൽപ്പന പ്രകാരം ചെയ്യപ്പെടുന്ന കർമ്മങ്ങളെ സ്വീകാര്യമല്ലാതാക്കുന്നത് ദയയില്ലായ്മയും കാരുണ്യമില്ലായ്മയുമാണല്ലോ. അള്ളാഹുവാകട്ടെ മനുഷ്യരോട് വളരെ ദയയും വാത്സല്യവും ഉള്ളവനാണ്, വളരെ കാരുണ്യമുള്ളവനുമാണ്. എന്നിരിക്കെ അവൻ നിങ്ങളുടെ ആ നമസ്കാരങ്ങളെ പാഴാക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല എന്നും അവസാനം അവരെ ഉണർത്തുന്നു. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: ഒരു യുദ്ധത്തിൽ ബന്ധനസ്ഥരായവരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. അവളുടെ കുട്ടി അവളിൽ നിന്നും കൈവിട്ടു പോയിരുന്നു. അവൾ അവളുടെ കുട്ടിയെ തിരഞ്ഞുകൊണ്ട് ചുറ്റി നടക്കുകയായി. ഇടക്ക് വെച്ച് കാണുന്ന കുട്ടികളെയെല്ലാം എടുത്ത് അവൾ മാറോടണപ്പിക്കും. സ്വന്തം കുട്ടിയെ കണ്ട ഉടനെ അതിനെ എടുത്ത് അണച്ചുപിടിച്ച് അതിന് മുല കൊടുത്തു. തിരുമേനി ഇത് കണ്ട് സഹാബികളോട് ചോദിച്ചു, ഇവളുടെ കുട്ടിയെ തീയിൽ ഇടാതിരിക്കുവാൻ ഇവൾക്ക് കഴിയുമ്പോൾ ഇവളുടെ കുട്ടിയെ തീയിൽ ഇട്ടേക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അവർ ഉത്തരം പറഞ്ഞു, ഇല്ല റസൂലേ. അപ്പോൾ തിരുമേനി പറഞ്ഞു, എന്നാൽ അള്ളാഹു അവൻ്റെ അടിയാന്മാരോട് ഇവൾക്ക് ഇവളുടെ കുട്ടിയോടുള്ളതിനേക്കാൾ കാരുണ്യമേറിയവനാകുന്നു. ബുഖാരി. അള്ളാഹുവേ, നീ ഞങ്ങളെയെല്ലാം നിന്റെ വിശാലമായ കാരുണ്യത്തിന് പാത്രമാക്കണമേ.